നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര IS. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്നതും എന്നാൽ പലപ്പോഴും ഇത് വെറും സാധാരണ തലവേദനയായി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് മൈഗ്രെയിൻ. ഇത് അനുഭവിക്കുന്നവരുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ വിഷയം വളരെ ലളിതമായും ശാസ്ത്രീയമായും ഞാൻ അവതരിപ്പിക്കാം. എനിക്ക് ഭയങ്കര തലവേദനയാണ്, കണ്ണൊക്കെ പുകയുന്നു, വെളിച്ചവും ശബ്ദവും കണ്ടുകൂടാ എന്ന് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരോ ആരെങ്കിലുമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മളിൽ പലരും ചിലപ്പോൾ വിചാരിക്കും, ഇയാൾ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ നാടകം കളിക്കുകയാണോ എന്നൊക്കെ. പക്ഷെ സുഹൃത്തുക്കളെ, മൈഗ്രെയിൻ അനുഭവിക്കുന്ന ഒരാളുടെ അവസ്ഥ അതല്ല. അത് സാധാരണ തലവേദനയല്ല, അത് നരകതുല്യമായൊരു അവസ്ഥയാണ്. എന്താണ് യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ? അത് എന്തുതരം തലവേദനയാണ്? ഇത് പൂർണ്ണമായും മാറിപ്പോകുമോ? മൈഗ്രെയിൻ ഉള്ളവരുടെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? ആയുർവേദത്തിൽ ഇതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ എന്തെല്ലാമാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാവുന്നതാണ്. എന്താണ് മൈഗ്രെയിൻ? ഇത് എന്തുതരം തലവേദനയാണ്? മൈഗ്രെയിൻ എന്നത് വെറുമൊരു തലവേദന മാത്രമല്ല, അതൊരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. തലച്ചോറിലെ രക്തധമനികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റവുമാണ് ഇതിന് കാരണം. തലവേദനയുടെ സ്വഭാവം: ഇത് സാധാരണയായി തലയുടെ ഒരു വശത്ത് മാത്രം അനുഭവപ്പെടുന്ന കഠിനമായി കുത്തും പോലെയോ അല്ലെങ്കിൽ തുടിപ്പ് പോലെയുള്ളയോ ഒരു വേദനയാണ്. അതായത് ത്രോബിംഗ് ഓർ പൾസേറ്റിംഗ് പെയിൻ. ആയുർവേദത്തിൽ ഇതിനെ അർദ്ധാവഭേദകം എന്ന് പറയുന്നു. അർദ്ധം എന്നാൽ പകുതി, ഉപഭേദകം എന്നാൽ പിളർക്കുന്ന പോലുള്ള വേദന. ഇവയുടെ ലക്ഷണങ്ങളും ഘട്ടങ്ങളും പറയാം. തലവേദനയ്ക്ക് മുൻപും പിൻപും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. മൈഗ്രെയിൻ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദന മാത്രമല്ല, ഇതിന് ചില ഘട്ടങ്ങളുണ്ട്. തലവേദന വരുന്നതിന് മുൻപ്, ചിലർക്ക് തലവേദന വരുന്നതിന് മുൻപോ ദിവസങ്ങൾക്ക് മുൻപോ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും, ദഹനക്കേട് അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ മിന്നൽ വെളിച്ചം പോലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകാം. വേദനയുടെ സമയത്ത് തലയുടെ ഒരു ഭാഗത്ത് കഠിനമായ വേദന, ഛർദി അല്ലെങ്കിൽ ഓക്കാനം, വെളിച്ചവും ശബ്ദവും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ, അതായത് ഫോട്ടോഫോബിയ ആൻഡ് ഫോണോഫോബിയ. മൈഗ്രെയിൻ ട്രിഗറുകൾ. എങ്ങനെയാണ് ഇവ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നത്? അമിതമായിട്ട് വെയിൽ കൊള്ളുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, ഉറക്കമിളയ്ക്കുക, അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാവുക, ചില പ്രത്യേക ഭക്ഷണങ്ങൾ, അതായത് അമിതമായ ചായ, കാപ്പി, പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഇവ ട്രിഗർ ആകും. ഏവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം: ഇത് വന്നാൽ വിട്ടുമാറുമോ ഇല്ലയോ? ഉത്തരം ശാസ്ത്രീയമായി പറയുവാണെങ്കിൽ മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. പക്ഷെ അതിന് താൽക്കാലികമായി വേദന സംഹാരികൾ കഴിച്ച് അടക്കി വയ്ക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ശരീരപ്രകൃതികൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ ട്രിഗറുകൾ കണ്ടെത്തി ആയുർവേദത്തിലെ കൃത്യമായ ശോധന ചികിത്സയിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും മൈഗ്രെയിൻ വീണ്ടും വരാത്ത രീതിയിൽ മാറ്റിയെടുക്കാം. അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്: മൈഗ്രെയിൻ രോഗിയുടെ ഏറ്റവും വലിയ വിഷമം അവരുടെ വേദനയല്ല, മറിച്ച് മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വിരൽ മുറിഞ്ഞാൽ രക്തം വരുന്നത് പുറത്തുള്ളവർക്ക് കാണാൻ സാധിക്കും, പക്ഷേ തലച്ചോറിനുള്ളിൽ അനുഭവപ്പെടുന്ന ഈ കഠിനമായ വേദന പുറത്ത് കാണാനായിട്ട് സാധിക്കില്ല. അതിനാൽ വീട്ടിലുള്ളവരോ അല്ല ജോലി സ്ഥലത്തുള്ളവരോ വിചാരിക്കുന്നത് ഇവർ ജോലിയിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് കളവ് പറയുക എന്നതാണ്. രോഗിയുടെ മാനസികാവസ്ഥ: മൈഗ്രെയിൻ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ അനുഭവിക്കുന്നത് കടുത്ത അസ്വസ്ഥതയാണ്. വെളിച്ചമില്ലാത്ത, ശബ്ദമില്ലാത്ത ഒരു ഇരുണ്ട മുറിയിൽ കിടക്കുവാൻ മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. ദേഷ്യവും വിഷാദവും എല്ലാം തനിയെ വരികയും ചെയ്യും. കുടുംബവും സഹപ്രവർത്തകരും ഇതും എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമുക്ക് നോക്കാം. അവർക്ക് ആ സമയത്ത് നിങ്ങളുടെ ഉപദേശമല്ല വേണ്ടത്, ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത്. ഒരു തലവേദനയല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കരുത്. വെളിച്ചവും ബഹളവും കുറച്ചു കൊടുത്ത് അവരെ വിശ്രമിക്കാൻ അനുവദിക്കണം. പങ്കാളിയും കുടുംബവും കൊടുക്കുന്ന പിന്തുണ അവരുടെ വേദനയെ പകുതിയും കുറയ്ക്കും.
ആയുർവേദ ചികിത്സാ രീതികളും ഔഷധങ്ങളും നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഉണ്ട്. പഞ്ചകർമ്മ ചികിത്സകൾ. നസ്യവും ശിരോധാരയുമാണ് മെയിൻ. മൂക്കിലൂടെ ഔഷധ എണ്ണങ്ങൾ കടത്തിവിടുന്നതാണ് നസ്യം. മൈഗ്രെയിന് ഏറ്റവും മികച്ച ചികിത്സയാണ് നസ്യം. അണുതൈലം, ക്ഷീരബലതൈലം അല്ലെങ്കിൽ പശുവിൻ നെയ്യെല്ലാം ഉപയോഗിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കിത് ചെയ്യാവുന്നതാണ്. ശിരോധാര അല്ലെങ്കിൽ ശിരോവസ്തി ഇവ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സാധിക്കുന്നവയാണ്. പ്രധാന ഔഷധങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മെയിനായിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഔഷധങ്ങൾ സേവിക്കുവാൻ പാടുള്ളൂ. പഥ്യഷടങ്ക കഷായം, വരണാതി കഷായം, ശീർഷശൂലാതി വജ്രരസം, അണുതൈലം. ഇനി വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ശുദ്ധമായ പശുവിൻ നെയ്യ് ചൂടാക്കി 2 തുള്ളി വീതം മൂക്കിലൊഴിക്കുന്നത് വാതശമനത്തിന് വളരെ നല്ലതാണ്. ചന്ദനം, ജടാമാഞ്ചി എന്നിവ അരച്ച് നെറ്റിയിൽ ലേപനം ചെയ്യുന്നത്, അതായത് നെറ്റിയിൽ പുരട്ടുന്നത് പിത്തകോപം കുറയ്ക്കും. ധാരാളം വെള്ളം കുടിക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. രാത്രി വൈകി ഉറങ്ങുന്ന ശീലം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. മൈഗ്രെയിൻ എന്നത് കേവലം പെയിൻ കില്ലറുകൾ മാത്രം കഴിച്ച് അടക്കി നിർത്തേണ്ടവയല്ല. നിങ്ങളുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുവാനുള്ള സൂചനയാണിത്. കൃത്യമായിട്ടുള്ള ആയുർവേദ പരിചരണവും നല്ല ജീവിതശൈലിയും കുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായും കീഴ്പ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇവ അയച്ചു കൊടുക്കുക. സംശയങ്ങൾ കമന്റിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന വിഷയവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.